ഊട്ടിയിലെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതൊരു ഗാർഡനാണ്. അതിലേക്ക് എൻട്രൻസ് നമ്മൾ കയറി ചെല്ലുന്ന ഭാഗം ഇതാണ്. കയറി ചെന്നപാടെ കാണുന്ന ഓരോ കാഴ്ചകളാണ്. എന്നാ രസമെന്നറിയോ, ഇത്ര നീറ്റായിട്ട് അവിടെ അവർ പരിപാലിക്കുന്നുണ്ട്. പണ്ടത്തെ മിസൈലിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഫ്ലോറൊക്കെ അത്രയധികം ക്ലീൻ ചെയ്ത് ആൾക്കാരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെടികളൊക്കെ വെട്ടി നിർത്തിയേക്കുന്നുണ്ടോ, എന്നാ രസമാണെന്നറിയോ. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഓരോ പാർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു മനോഹരമായ ഒരു സ്ഥലത്തെ വൃത്തികേടാക്കുമ്പോൾ സങ്കടം തോന്നും. എങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഈ തേയില ഫാക്ടറി ഉണ്ടല്ലോ, അവിടത്തേക്കാണ് പോയത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ളിലുള്ള കുറേ കാഴ്ചകളാണ്. കുറേ പിള്ളേർക്ക് വേണ്ടിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വിൽക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയി. കണ്ടില്ലേ എന്നാ രസം ഒന്നേക്ക്, ഒന്നും പറയാനില്ലേ. കാരണം ആ ഓരോ ആ ഭിത്തിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് തന്നെ വളരെ ഭംഗിയാണ്. ഈ ബാഗ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, എന്നാ രസമാണെന്നറിയോ, ഒരു രക്ഷയില്ല. ഞങ്ങളതിന് മണ്ടയ്ക്ക് നിന്നെടുത്തൊരു ഭാഗമാണേ. തേയില ഫാക്ടറിയിലോട്ട് കയറി കഴിയുമ്പം അവിടെ തേയിലയൊക്കെ ഇങ്ങനെ വന്ന് ഉണക്കുകയും അതേപോലെ അത് പൊടിച്ചു വരുന്ന ഭാഗവും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. കുറേ മിഷനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്നെല്ലാം വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. നല്ല രസമായിരുന്നു. ഇതൊക്കെ വല്ലപ്പോഴൊക്കെ പോയി കാണണം, അതാണ് അതിൻ്റെ ഭംഗി വരുന്നത്. കാരണം നമുക്ക് ലൈഫിൽ കിട്ടുന്നൊരു ഭാഗങ്ങൾ ഇതൊക്കെയുള്ളൂ. അതേപോലെ അവിടുന്ന് ചായ കിട്ടിയേ, അടിപൊളി ചായയായിരുന്നു. അല്ലേ, നമുക്ക് ഇവിടേക്ക് ചായ എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. കൂടെ വിമർശനവും. ഇതവിടുത്തെ പഴയൊരു മിഷനറിയാണ് കേട്ടോ.